മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ അധിക്ഷേപ പരാമർശം തള്ളി ലീഗ് നേതൃത്വം. വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24 പറഞ്ഞു. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു നല്ല കാര്യമല്ല. പാർട്ടിയുടെ നയവും തന്നെയാണ്. വ്യക്തി അധിക്ഷേപം ലീഗിന്റെ രീതിയല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ഒരു രീതിയുണ്ട്, വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല. അന്തസ്സോടുകൂടി ഞങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്കുപിഴയും തെറ്റുമൊക്കെ പറ്റാം, എനിക്കുൾപ്പെടെ പറ്റാം, ആർക്കും വേണമെങ്കിലും പറ്റാം. പറ്റിയ പാർട്ടി അത് തിരുത്തും, യാതൊരു സംശയം. അത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡന്റ് തങ്ങൾക്ക് തന്നെയാണ്. തങ്ങൾ തന്നെ ഇന്ന് സലാമിനെ തിരുത്തി. PMA സലാമിന്റെ പരാമർശത്തിനെതിരെ മന്ത്രിമാർ ഉൾപ്പെടെ രംഗത്തെത്തി. സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊന്നും ആ നിലയുടെ പ്രസ്താവന നടത്തുന്നതല്ല. സലാമിന്റെ സംസ്കാരം പുറത്തെടുത്തു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. സലാമിന് മറുപടിയും കൊടുക്കുന്നില്ല. ഈ ഭാഷ തന്നെയാണോ അവരുടെയും ഭാഷ എന്നുള്ളത് പാണക്കാട്ട് തങ്ങൾക്കും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. ഇത് തീർത്തും അപലപനീയാണ്. അധിക്ഷേപ പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് CPIM ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. ലീഗ് മുൻ നേതാവും ഇടത് സഹയാത്രികനുമായ KS ഹംസയും PMA സലാമിനെ വിമർശിച്ച് രംഗത്തെത്തി. സമീർ ബിൻ കരീമാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഈ ലീഗ് നേതൃത്വം തന്നെ തള്ളുകയാണല്ലോ ജനറൽ സെക്രട്ടറിയെ. ഇപ്പോൾ സമീർ. ഉന്മേഷ്, PMA സലാമിനെതിരെ അദ്ദേഹത്തിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ലീഗ് നേതൃത്വം എന്നുള്ളതാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ആദ്യം തന്നെ PMA സലാമിനെ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടല്ല വ്യക്തി അധിക്ഷേപവും അത്തരം പ്രസ്താവനകളും എന്നുള്ളതാണ്. മാന്യമായി രാഷ്ട്രീയം പറയാറുണ്ട്, ഭരണകൂടത്തെ മാന്യമായി വിമർശിക്കാറുണ്ട്, അതൊക്കെ ആവാം. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കോ വ്യക്തിപരമായ വിമർശനത്തിലേക്കോ പോകാൻ പാടില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ അതിനെ തങ്ങൾ വിമർശിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരം ഒരു രീതി മുസ്ലിം ലീഗിന്റെ രീതിയല്ല. എന്നാൽ നാക്കുപിഴയും ഇത്തരം തെറ്റുകളും ആർക്കും സംഭവിക്കാം. അദ്ദേഹത്തെ പാണക്കാട് സാദിഖ് തന്നെ തിരുത്തിയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരുത്തൽ വന്നിട്ടുണ്ട് എന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ഇതിന് പുറമെയൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനമാണ് സലാമിനെതിരെ ഉയർന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ PMA സലാമിന്റെ സംസ്കാരമാണ് അദ്ദേഹം കാണിച്ചത് എന്നുള്ളതായിരുന്നു മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. PM മുഹമ്മദ് റിയാസ് ആണെങ്കിൽ മുസ്ലിം PK കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഇതേ നിലപാട് തന്നെയാണ് എന്നുള്ളതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ചോദ്യം എന്നുള്ളത്. ഏതായാലും വലിയ വിമർശനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഒന്നുകൂടിയാണ് ഇത്തരം ഒരു തിരുത്തൽ ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.